ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ബി ഹാപ്പി അല്ലേ? യെസ്, ഇന്നാണ് ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞത്. ഹാപ്പി ബി ഹാപ്പി റിലീസ് ആയിരുന്നല്ലോ. അപ്പം ഇവിടെ ഇനി കൈരളി ശ്രീയിൽ ഇനി ഉള്ളത് രാത്രിയാണ്. അപ്പോൾ രാത്രി പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയിൽ പോയിട്ട് 6 മണിക്കത്തെ ഷോ കാണാൻ പോവാണ്. സിനിമ എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും പോകാനുള്ളൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ഇറങ്ങിയ സമയത്ത് നമ്മളൊക്കെ കുഞ്ഞായിരുന്നു. അപ്പോൾ ഒന്ന് അടിച്ചു പൊളിച്ച് പടം കണ്ടിട്ട് വരണം. അപ്പം ഇന്ന് ട്യൂഷന് പോകേണ്ട ഇവളെയും കൊണ്ടൊക്കെയാണ് പോകുന്നത്. ദയുണ്ട്, അഭിയുണ്ട്, ദയയുടെ അനിയത്തിയും അനിയനും ഒക്കെ ഉണ്ട്. ഇതിറങ്ങിയ സമയത്ത് ഇവള് ജനിച്ചിട്ടില്ലല്ലേ? യെസ്, ഇവള് ജനിച്ചിട്ടില്ല അതെ, ജനിച്ചിട്ടില്ല. 2009 എന്തോ ആണ് ഇതിറങ്ങിയേക്കുന്നത്. സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതിറങ്ങിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു റീക്രിയേഷൻ്റെ പകുതി ഷോട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുക ഞാനും അശ്വിനും. ബാക്കി അതിൻ്റെ എടുക്കണം. എന്തായാലും അടിച്ചു പൊളിച്ചിട്ട് വരണം. ഇപ്പം സമയം ആയിട്ടില്ല, 4 മണിയൊക്കെ ആയതേ ഉള്ളൂ. കുറച്ച് മുന്നേ മഴ ഉണ്ടായിരുന്നു. ഇപ്പം വെയിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുക. അശ്വിൻ ഇപ്പം ഞങ്ങളെ വിളിക്കാൻ വരും. അങ്ങനെ മൊത്തത്തിലൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇന്ന്. എന്തായാലും പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. മാക്സിമം എല്ലാവരും പോയി കാണുക. റിലീസ് കുറച്ച് ദിവസത്തേക്ക് എങ്ങാണ്ട് ഉള്ളൂ. ഇത് അടിച്ചു പൊളിച്ച് തുള്ളി പൊളിച്ചിട്ട് വരാനായിട്ട് ഞങ്ങൾ ഫ്രണ്ട് സീറ്റൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ബാക്ക് സീറ്റ് നോക്കി ബുക്ക് ചെയ്യും. ഇന്ന് ഫ്രണ്ട് റോ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടിട്ട് വരാം. ഇനി മിണ്ടത്തില്ല. അതവിടെ സൂര്യ ഞാൻ കൊണ്ടുവച്ചതല്ല. ഞാൻ എടുക്കാം, എന്നെ കാണാൻ കൊള്ളാം. എന്താ കണ്ട ഇപ്പൊ സംസാരിച്ചില്ലേ, അതുപോലെ ഒച്ചത്തി സംസാരിക്കേ. നീ കഴിഞ്ഞ ദിവസം എടുത്ത വ്ളോഗ് എവിടെ പോസ്റ്റ് ചെയ്തില്ലേ? ഇതെന്താണ് ബ്ലാക്ക് പാന്റ്? എന്താ ഇതാർക്കാ ഔട്ട്ഫിറ്റില് മാറാൻ പോണോ? മാറാൻ പോവാണെന്നിപ്പം. എടി ഇതിവന് ഇട്ടിട്ട് ഇപ്പൊ ഈ ഡ്രസ്സ് മാറാൻ പോവാണെന്നാ ചോദിച്ചത്. നീ പിന്നെന്ത് വിചാരിച്ചാ ഇത് മാറാൻ പോണം? അപ്പൊ മാറാൻ പോവാണോ? അല്ലടി ഇപ്പൊ എടുത്തതാ. അതാ ഞാൻ പിന്നെ ചോദിച്ചത്, മാറാൻ പോവാണോ? അല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു വരും. അപ്പോഴും നിങ്ങൾ നടന്നു വരുന്നത് കാണുന്നു. അതാ സംഭവം, മനസ്സിലായോ? ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചിട്ട് നടന്നു വന്നിട്ട് ദയോ ആരെങ്കിലും കാണുന്നു, കണ്ടിട്ട് പെട്ടെന്ന് കൈ കാണിക്കും. ഇത്ര വിളിച്ചോട്ടെ. അഭിനയം എടുക്ക്. ഞാൻ വ്ളോഗ് എടുക്കുക. ക്യാമറമാൻ അശ്വിൻ. നിങ്ങൾ എന്നെ കാണുന്നു, എന്നെ കാണുമ്പോ കൈ കാണിക്കണം. അല്ല, ഒരാള് അല്ല, അവിടെയാ ഈ ബംഗാളിയാ. പായലിന്റെ ഇടക്കാ ചൂടയാ, അതിന്റെ ഇടക്കിരിപ്പുണ്ട്. ഇത് നമ്മളെ ഹായ് കാണിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്ന ഞാനാണ്. എന്റെ മോൻ സങ്കടപ്പെട്ടിരിക്കും. അപ്പൊ നീ ചോദിക്കത്തില്ല, എന്തോ ചോദിക്കത്തില്ല. അത് നീ പൊട്ടടിച്ചിരിക്കുവോ? അതാ ഞാൻ ചോദിച്ചത്. അത് ലോജിക്കില്ല. വ്ളോഗ് എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ക്യാമിയോനെ കിട്ടിയല്ലേ. ഇവള് വേറെ വീഡിയോ എടുക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഇവളെ വിളിച്ച് വീഡിയോ എടുത്തു. ഉണ്ട്. ഇനി 6 മണിക്കത്തെ ഹാപ്പി ബി ഹാപ്പി കാണാൻ പോണം. ഇന്നെന്തുവാ കണ്ടന്റ്? എന്തുവാ? കേക്കും. ഞാൻ മൈക്ക് എടുത്തില്ല, ബാഗിൽ ഇരിക്കുക. ഇന്നെന്തോ കണ്ടന്റ്? നിന്റെ കണ്ടന്റ് ഇങ്ങനെ ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിച്ച് നടക്കുന്നു. പിന്നെ ഒരു വീഡിയോ എടുക്കാനുണ്ട്, മറ്റേ സ്ട്രേഞ്ച്. ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്ന മൈക്കാണോ? ഇല്ല, എന്തിന്റെയാന്ന് അറിയത്തില്ല. ഇവളും വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങളുടെയൊക്കെ പണി. അതെ, രാവിലെ എണീക്കുക, കണ്ടന്റ് ഒപ്പിക്കുക, വീഡിയോ എടുക്കാൻ പോവാ.
നമ്മൾ വീഡിയോയിൽ ഇടരുത്, വീട്ടുകാർ കാണും. 2 പിള്ളേര് വരുന്നു. എടുത്തോ വീട്ടുകാർ പിടിക്കട്ടെ. ഒരു കൊച്ചു സ്കൂൾ യൂണിഫോമില് വണ്ടിയിൽ വന്നു ഗൈസ്. ഇതൊക്കെ എന്ത് മോശമല്ലേ? അതെ, നമ്മളെ കണ്ട് പഠിക്കാം. അതെ, നമ്മളൊന്നും ആമ്പിളാറെ മുഖത്ത് പോലും നോക്കത്തില്ല അല്ലേ? നമ്മളൊന്നും ഈ പ്രായത്തിലൊന്നും ഇങ്ങനെ വണ്ടിയിലൊന്നും കയറി പോയിട്ടില്ല. നീ എന്താ ചിരിച്ചോണ്ട് വരുന്ന ഫോൺ നോക്കി? അവന് വ്ളോഗ് ഉണ്ടോ? ആ, ലോങ് വീഡിയോ. തലവേദന എടുക്കുന്നു. ചായ വേണം. ചായ മേടിച്ചതാ. എന്ത് തട്ടുന്നു? ഞങ്ങളുടെ ചായ തടയുന്നു. കണ്ട പെണ്ണുങ്ങളെയൊക്കെ കയറി തേന്ന് വെച്ചിട്ട് അടി പഠിച്ചു കൂട്ടി കേട്ടാ. നമ്മളെല്ലാരും കൂടി ഹാപ്പി ബി ഹാപ്പി കാണാൻ പോകുന്നു. ഇപ്പൊ MVD പിടിക്കണല്ലേ? ആരെ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഹാപ്പി ബി ഹാപ്പി അറപടവാ അടി. അറപടവാ ആറപടവാ എനിക്കറിയാം, പക്ഷെ പേരാണെന്തോന്ന് അറിയത്തില്ല. ഓർക്ക് അവൻ വേറെ ഏതെങ്കിലും പടം അറിയാം? ഇല്ല, ആരും പറഞ്ഞെടുത്തില്ല, തന്നെ പറഞ്ഞത്. അല്ലൂർജിന്റെ വേറെ ഏതെങ്കിലും പടം അറിയാം? എനിക്ക് ഇഷ്ടമായി മറ്റേ സിനിമയിലെ അവിടെ ചെന്ന് തുള്ളാനുള്ള പ്രാക്ടീസ് ആയിരുന്നോ വീട്ടിൽ? ഒന്ന് പഠിക്കാൻ പോണ്ടായിരുന്നോ? നീ അല്ലൂർജിന്റെ ഫാൻ അല്ലേ? അജ്മല ഉണ്ടായിരുന്നേ ആ സമയത്തൊക്കെ ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഇറങ്ങിയ സിനിമയായിരുന്നു. നമ്മൾ 10 പൂജ ജനിച്ചിട്ടില്ല ഈ പടം ഇറങ്ങുമ്പോ. ഇവളും ജനിച്ചിട്ടില്ല. ഞാൻ 2015 ഞാൻ ജനിച്ചിട്ടില്ല. താരവാ ഞാൻ ജനിച്ച വർഷം നിങ്ങൾ എത്രാം ക്ലാസ്സിലാ? 4. ഞാൻ ഞാൻ 4ലോ 5ലോ. ഞാൻ 2005. ഞാൻ 2006 ഇറങ്ങിയതാണ്. 2006 ഇറങ്ങിയത്. ഞാൻ വെച്ച് 2009 2001. പണ്ട് ചെറുപ്പം പോകുമ്പോ അല്ലു അർജുൻ, വിജയ്, സൂര്യ പറഞ്ഞ മറ്റേ ഇത് കാണും പോസ്റ്റർ എപ്പോഴും. അല്ലു ഫാനാന്ന് പോണ്ട് അജ്മലായിട്ട്. അല്ലൂർജുന്റെ 10 സിനിമ പേര് പറഞ്ഞ അശ്വിന് വലിയ ഫാനല്ലേ? സിനിമയുടെ പേര് പറ. ആ പറ, സിമ്പിൾ അല്ലേ? പറ. വരൻ, ബണ്ണി, കൃഷ്ണ, മറ്റേ എൻ പേര് സൂര്യ, പുഷ്പ 2, റോമിയോ ആൻഡ് ജൂലിയറ്റ്, സിംഗക്കുട്ടി, അതൊക്കെ ഏത് പടം? അങ്ങനത്തെ പടമൊക്കെ ഉണ്ട്. 8 എണ്ണയാണുള്ളത്. ഇനി ബണ്ണി, ബണ്ണി പറഞ്ഞതാ. അത് കുത്തുകൊള്ളുന്ന സീൻ കണ്ടിട്ടില്ലേ? വരൻ പറഞ്ഞു അങ്ങ് വൈകുണ്ഠം. ആ, ഒരു പടം ഇല്ലേ മറ്റേ ഒരു പെണ്ണ് സന്യാസിനിയായിട്ട് ഹീറോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. വേറൊരു സിനിമ ഉണ്ടല്ലോ മറ്റേ തമന്ന. ഗൈസ്, ഞങ്ങള് പാൻ തിയേറ്ററിൽ പോകാതെ ഇവിടെ കൈരളി വന്നത് നിറയെ ആൾക്കാർ കാണുമെന്ന് ഓർത്താ. നല്ല ഓഫിയ, കൊള്ളാം. എന്നിട്ട് ഒറ്റ മനുഷ്യനില്ല. എണ്ണി പറഞ്ഞ ഒരു 15 പേര് കാണും ഇതിനകത്ത്. ലാസ്റ്റ് ഞാനും അമ്മു മാത്രം ഇറങ്ങി ചെയ്ത് തുള്ളുകാരത്. 150 രൂപ മുതലാക്കണ്ടേ? അതെ, നല്ല കോഫി, അടിപൊളി കോഫി. അമ്മു വീട്ടിൽ നിന്ന് സ്റ്റെപ്പൊക്കെ പഠിച്ചോണ്ട് വന്നതാ. എന്നിട്ട് ഇവിടെ ഞങ്ങള് 3 മാത്രം നിന്ന് തുള്ളി. വേണ്ട, പോപ്കോൺ വേണോ? കൺസേർട്ടിന് പോകുന്നതിന് പകരം തിയേറ്ററിൽ പോയി ഹാപ്പി ബി ഹാപ്പി കണ്ടാൽ മതി എന്നായിരുന്നു. അത് പറ്റിപ്പോയെന്ന് വെച്ചാൽ വേറെ ആരും ഇല്ല, ഞങ്ങള് മാത്രം ഇറങ്ങി തുള്ളി. എന്താണ് നീ പറഞ്ഞത്? ഇഷ്ടപ്പെട്ട? കരയുവാണോ? കണ്ണുനീര് നോക്കട്ടെ.
എങ്ങനെയുണ്ടായിരുന്നു? വളരെ മനോഹരമായിരുന്നു. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാത്രമുള്ളായിരുന്നു തുള്ളാൻ. ഒരുപാട് ആളുകളൊന്നും ഇറങ്ങി തുള്ളിയൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ് തീരാറൊക്കെ ആയപ്പോഴാണ് എല്ലാവർക്കും ഒരു എനർജിയൊക്കെ വന്നത്. ഞങ്ങളെന്തായാലും പോയ പൈസ മുതലാക്കി. ഇവിടെ ഇല്ലാഞ്ഞിട്ട് അങ്ങ് ചേർത്തല വരെ പോയി കൈരളി സ്ത്രീയിൽ പോയി കണ്ടതാണ്. മുതലായി, കുഴപ്പമില്ല, അങ്ങനെ പറയാം. അപ്പം മൊത്തത്തിൽ നല്ല ടയേർഡായി, മുഖമൊക്കെ കണ്ടു. രാവിലെ വീഡിയോ എടുത്ത പിക്കരൊന്നും ആയിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കൂടുതൽ വീഡിയോ കേട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.